അല്ല, ഞാൻ ഓർത്തു നോക്കുമായിരുന്നേ, നമ്മുടെ എറണാകുളത്തെ അല്ലെങ്കിൽ നമ്മുടെ അതിരൂപതയിലെ കൂരിയ മെമ്പേഴ്സിന്, അച്ഛന്മാർക്ക് ഈ തട്ടിപ്പിനും വെട്ടിപ്പിനുള്ള കഴിവല്ലാതെ മറ്റെന്തെങ്കിലും കഴിവ് അവർക്കുണ്ടോ? എന്തെങ്കിലും ചുണയുണ്ടോ? ധൈര്യമുണ്ടോ? അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടോ ഈ അതിരൂപതയിൽ വന്നിട്ട്? നമ്മുടെ അരമനയുടെ ഭിത്തിക്കുള്ളിൽ ഒളിച്ചിരിക്കുന്നതല്ലാതെ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ഒന്നുമില്ല. നിങ്ങൾ ഓർക്കുന്നുണ്ടാവില്ല, 2 ആഴ്ച മുമ്പ് ഇവരുടെ തിരുമോന്തിയൊക്കെ വെച്ച ഏത് പുത്തൂരാന്റെയും അതുപോലെ തന്നെ കൂരിയായിലെ കള്ളന്മാരുടെ എല്ലാം മഗ്ഷോട്ട് വെച്ച് മോന്തായം വെച്ച് ഒരു ഡയറി, അപ്പോയിന്റ്മെന്റ് ഡയറി നമ്മുടെ അച്ഛന്മാർക്ക് കൊടുക്കാനായിട്ട് അതുണ്ടാക്കി ഓരോ ഫൊറോനകളിലും ഏൽപ്പിച്ചു. അവരുടെ കീഴിലുള്ള പള്ളികളിൽ അച്ഛന്മാർക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്തായി? എറണാകുളത്തെ അച്ഛന്മാരുണ്ടല്ല, അതെടുത്ത് ദൂരെ പള്ളയെ കളഞ്ഞില്ല, നേരെ അത് തിരിച്ചതുപോലെ തന്നെ അരമനയിൽ കൊണ്ടുവന്ന് അവിടെ പോലീസുകാർ അപ്പോഴത്തേക്കും കാവലായി. പോലീസുകാർ പറഞ്ഞൊരു പണി ചെയ്തോ, ഗേറ്റയിൽ വെച്ചിട്ട് കൊള്ളാൻ പറഞ്ഞു. അത്ര എളുപ്പമായി. അതുകൊണ്ട് അകത്തുകൊണ്ട് വെക്കേണ്ടി വന്നില്ല. അവര് ആ ഗേറ്റിന്റെ അവിടെ ഇത് തട്ടിയിട്ട് അതിന്റെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടു കാണും. അപ്പൊ അവരത് ചെയ്തിട്ട് അവര് സ്ഥലം വിട്ടു. ഇതിപ്പോ എന്തായി? ഇപ്പൊ അവര് മര്യാദയ്ക്ക് പുതിയ ഡയറി അടിച്ച് പുറത്തിറക്കി. അതിൽ ഈ മഗ്ഷോട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഇവരുടെ തിരുമോന്തകളൊന്നുമില്ല, പേര് പോലും ഇല്ല. ഏത് നമ്മുടെ കൂരിയായുടെ ഇല്ല, നമ്മുടെ അഡ്മിനിസ്ട്രേറ്ററുടെ ഇല്ല, ആരുടെ ഇല്ല. വെറുതെ ഒരു കവർ മാത്രം വെച്ചിട്ട് ഡയറി അടിച്ച് മര്യാദയ്ക്ക്. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, ഇവർക്ക് ആണത്തം, ധൈര്യം, ചങ്കൂറ്റം എന്ന് പറയുന്നുണ്ടോ? ഒരു ഡയറി വാങ്ങിപ്പിക്കുവാനുള്ള കഴിവ് ഇവർക്കില്ല. അച്ഛന്മാർ ഇവർ ഭരിക്കുന്ന ഇവരുടെ കീഴിലുള്ള അച്ഛന്മാരാണെന്നുള്ള കാര്യം ഓർക്കണം. സ്വന്തം അതിരൂപതയിലെ വികാരിമാർക്ക് ഇവരെ കൊണ്ട് അവർ പ്രിന്റ് ചെയ്ത ഒരു ഡയറി വാങ്ങിപ്പിക്കുവാനുള്ള കഴിവ് ഇവർക്കില്ല. ഇവരാണ് എറണാകുളം അങ്കമാലി അതിരൂപതയെ ഭരിക്കാൻ വരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതിന് കഴിവില്ലാത്തവര് എന്ത് വലത്തും അവര് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എറണാകുളത്ത് ഇവരെ എന്ത് ചെയ്യും? എറണാകുളത്തെ ഒരു പള്ളിയിൽ ഇവർക്ക് പോകാൻ പറ്റുന്നില്ല. ഒരു പള്ളിയിലും അവർക്ക് പോകാൻ പറ്റുന്നില്ല. ജീവഭയം കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ കൈവപ്പ് ശുശ്രൂഷ കിട്ടുമെന്നുള്ളത് കൊണ്ടായിരിക്കും. അവരെ ഈ കൂരിയായിലുള്ള എല്ലാവരെയും നിയമവിരുദ്ധമായിട്ടാണ് പുത്തൂര് നിയമിച്ചത് എന്നും ഒരു ആലോചന സമിതിയുമായിട്ട് ആലോചിക്കാതെയോ ചർച്ച ചെയ്യാതെയോ അദ്ദേഹം തോന്നിവാസം കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നതാണെന്നും അവർക്ക് ഈ സിനഡിന്റെയും പുത്തൂരിന്റെയും സഹായം വേണം ജയിലിൽ നിന്ന് മുക്തി കിട്ടണമെങ്കിൽ എന്നും അവർക്കറിയാം. ആലഞ്ചേരിയുടെ ഭൂമി കൊള്ളയ്ക്ക് എല്ലാ ഒത്താശയും കൂട്ടും ചെയ്ത് കൊടുത്താണ് ഈ 4 കോടി രൂപയുടെ കൺസ്ട്രക്ഷൻ വർക്കിന് 8 കോടിയുടെ ബില്ല് കൊടുത്ത വിദ്വാനാണ് അദ്ദേഹം. 1-2 കോടിയല്ല, 10-800 രൂപയുള്ള കോവിഡ് കിറ്റിന് 1200 രൂപ വെച്ച് വിറ്റ് പാവങ്ങളെ പിഴിയാൻ ശ്രമിച്ചവനാണ് ഈ പള്ളുപ്പെട്ട. അപ്പൊ ഇങ്ങനെയുള്ള കൊള്ള സംഘത്തെയാണ് ഇദ്ദേഹം, ഈ പുത്തൂര്, എറണാകുളത്തെ ജനങ്ങളോടോ വിശ്വാസികളോടോ യാതൊരു പ്രതിബദ്ധതയും ഇല്ലാത്ത മനുഷ്യൻ, ഈ അതിരൂപതയിലെ ആരുമല്ലാത്ത മനുഷ്യൻ ഇവിടെ വന്ന് ഈ കൂരിയായെ കൂട്ടുപിടിച്ച് ഇവിടുത്തെ ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ കാര്യത്തോടെ അടുക്കുമ്പോഴത്തേക്കും എറണാകുളത്തെ ചുണക്കുട്ടികളായിട്ടുള്ള വൈദികര് സ്റ്റാൻഡ് എടുക്കും, ചെയ്യേണ്ടത് ചെയ്യും. അവരുടെ നിശബ്ദതയെ ഭയമായിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അവരുടെ നിശബ്ദതയെ ഭീരുത്വമായിട്ടാരും തെറ്റിദ്ധരിക്കരുത്. പ്രവർത്തിക്കേണ്ട സമയത്ത് ദേ വിൽ ആക്ട്. അല്ലാതെ ഈ ഭീരുക്കളുടെ മാതിരി ബത്രാസന മന്ദിരത്തിന്റെ 4 ഭിത്തിക്കുള്ളിൽ അടങ്ങിയിരിക്കുക എല്ലാവരും ചെയ്യുന്നത്. പുത്തൂര് വികാരിമാർക്ക് മേലെ 4 പള്ളികളിൽ അഡ്മിനിസ്ട്രേറ്റർമാരെ നിയമിച്ചു. എന്ത് സംഭവിച്ചു? ജനങ്ങൾ ഇളകി വശായി അവരെ വഴിയിൽ നിർത്തി അകത്തേക്ക് കയറാനായിട്ട് ജനങ്ങൾ സമ്മതിച്ചില്ല. അപ്പൊ ഒരു സമയം വരെ ജനങ്ങള് ക്ഷമിക്കും, പേഷ്യന്റ് ആയിരിക്കും, ക്ഷമയോടെ ഇരിക്കും. പക്ഷെ അതിന് വിട്ടാൽ കളി മാറും. ഞാഞ്ഞൂളും ചിലപ്പോൾ തിരിച്ചു കടിച്ചിരിക്കും. അപ്പൊ ഇത് കൂരിയായും അതുപോലെ തന്നെ നമ്മളുടെ പുത്തൂരും ഒക്കെ ഓർത്തിരുന്നാൽ കൊള്ളാം. ദിസ് ഈസ് വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. ജനങ്ങൾ റിയാക്ട് ചെയ്യും, പ്രതികരിക്കും. പ്രതികരിക്കുമ്പോഴത്തേക്ക് ഇതുപോലുള്ള കൈപ്പേറിയ അനുഭവങ്ങൾ നിങ്ങൾക്ക് ഇനിയും കൂടുതലുണ്ടാകും. താങ്ക് യു വെരി മച്ച്.